ഹലോ നമസ്കാരം. അങ്ങനെ എമ്പുരാൻ്റെ ട്രെയിലർ സർപ്രൈസ് ആയിട്ട് വന്നിരിക്കുകയാണ്. നമുക്ക് കണ്ടു നോക്കാം. ലൈക്ക പ്രൊഡക്ഷൻസ്, സുഭാസ്കരൻ പ്രസൻസ്. എൻ്റെ മക്കളല്ല എൻ്റെ പിന്തുടർച്ചക്കാർ. എന്നെ പിന്തുടരുന്നവർ ആരാണ്, അവരാണ് എൻ്റെ മക്കൾ. പി കെ രാംദാസ് ബാക്കി വെച്ചിട്ട് പോയ ഈ യുദ്ധത്തിൽ ഈ പാർട്ടിയെയും ഈ സംസ്ഥാനത്തിനെ ലുക്കൊക്കെ മാറിയിട്ടുണ്ട് കേട്ടോ. അവൻ്റെ മുന്നിൽ നിന്ന് പൊരുതിയ ശത്രുക്കളായിരുന്നില്ല. കേരളത്തിലെ സംഭവം മനസ്സിലായോ? ടോവിനോന്റെ ഓപ്പോസിറ്റ് പാർട്ടിയാണ് സുരാജ്. അതാണ് സംഭവം. മതേതരവാദികൾ ഞെട്ടിത്തരിക്കാൻ പോകുന്ന ഒരു വാർത്ത നമ്മൾ ഉടൻ തന്നെ കേൾക്കും. പക്ഷേ വരുന്നതേ അത്ര ചില്ലറ കൈയല്ല. ഇതിൽ എമ്പുരാൻ എന്ന് പറയുമ്പോൾ നമ്മുടെ ലൂസിഫറിന്റെ സീക്വലും പ്രീക്വലും രണ്ടും ഉണ്ടെന്നാണ് പറഞ്ഞത്. ഈ ഡ്രഗ് കാർട്ടൽസ്, ജിഹാദി ഗ്രൂപ്പ്സ് ഇവരെല്ലാം ജനറലി കേക്കെതിരാണ്. സ്റ്റീഫൻ, where is he now? തുർക്കി, കാനഡ, ഇറാഖ്, ചൈന എല്ലായിടത്തും പോയി ഷൂട്ട് ചെയ്തിട്ടുണ്ടല്ലോ സിനിമ. പിതാവിൻ്റെയും പുത്രൻ്റെയും ഇടയിൽ വിരിഞ്ഞ ഇരുട്ടിൻ്റെ നമ്മുടെ പഴയ ബ്ലാക്ക് അംബാസഡർ കാർ ഇതിലുണ്ട്. പഴയ എല്ലാ ടീമും ഉണ്ട് കേട്ടോ. ലൂസിഫറിലുള്ള എല്ലാ ടീമും ഉണ്ട് ഇതിൽ. പണ്ടെപ്പോഴും കേരള രാഷ്ട്രീയത്തിൽ വെറും ഒരു MLA മാത്രമായിരുന്നു. അയാളെ എന്തിനാണ് സാർ ഇങ്ങനെ പേടിക്കുന്നത്? നമ്മളറിയാത്തതെന്തോ സ്റ്റീഫൻ നെടുമ്പള്ളിയുടെ കഥയിലുണ്ട്. അണ്ണൻ വന്നു. ഇന്റർനാഷണൽ ലെവലാണ്. ദൈവപുത്രൻ തന്നെ തെറ്റ് ചെയ്യുമ്പോൾ ചെകുത്താനെ അല്ലാതെ വേറെ ആരെ ആശ്രയിക്കാൻ? സയ്യിദ് മസൂദ് പൊളിയാന്ന് കൊണ്ടിട്ടാ മൊത്തം. സംഭവം മനസ്സിലായില്ലേ? ഫുള്ളൊരു ഐമാക്സിൽ കാണാൻ പറ്റുന്ന രീതിയിലാണ് പൃഥ്വിരാജ് സെറ്റ് ചെയ്തതാണ് പടം. മുണ്ടുമടക്കി കുത്തിയുള്ള പരിപാടിയുണ്ട്. ഫാൻസിന് കൈയടിക്കാനുള്ള എല്ലാ സെറ്റപ്പ് ഒരുക്കിയിട്ടുള്ള പരിപാടി. വാടാ ആ സംഭവമൊക്കെ ഉണ്ട്. ഫുൾ ഇന്റർനാഷണൽ സെറ്റപ്പാന്ന് കേട്ടോ. ഭാസ്കരൻ, ഗോകുലം ഗോപാലൻ, ആന്റണി പെരുമ്പാവൂർ. പൃഥ്വിരാജ് ഓൾറെഡി പറഞ്ഞിരുന്നു അനോമോർഫിക് ഫോർമാറ്റിലാണെന്ന് പടം ഷൂട്ട് ചെയ്തേക്കണം. അത് കറക്റ്റ് ഇതിൻ്റെ ഷോട്ട് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട് നമുക്ക്. നല്ലൊരു വിഷ്വൽ ട്രീറ്റ് ആയിരിക്കും. വാ പൊളി. ഏതാ ലുക്ക് മോനെ. എമ്പുരാൻ. പൊളിച്ചു. ഐമാക്സിൽ കാണാനുള്ളത് കേട്ടോ. പൃഥ്വിരാജ് പറഞ്ഞത് വെറുതെ അല്ല. പൊളി. ഏതാ ഷോട്ട്. സൂപ്പർ. എക്സ്പീരിയൻസ് ഇറ്റ് ഇൻ ഐമാക്സ്. എമ്പുരാൻ 27 മാർച്ച് 2025. പൊളി സാധനം.